പണം കൊടുത്തതിന്റെ രേഖ പോലും സർക്കാരിന്റെ ഫയലുകൾക്ക് അകത്തില്ല എന്നുള്ളതാണ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ഈ പണം തിരിച്ചു വന്നിട്ടുണ്ടോ? പണം തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ പണം അങ്ങോട്ട് കൈമാറാൻ അല്ലെങ്കിൽ അത് കൊടുത്ത പണം തിരിച്ചു വന്നില്ലെങ്കിൽ അത് കള്ളപ്പണം വെളുപ്പിക്കലിന് തുല്യമായി മാറില്ലേ? യെസ്, അതാണ് ശ്രീ രാജു പി നായർ. അപ്പൊ നിരന്തരമായിട്ട് ഇതിൽ സർക്കാരിന്റെ പണമല്ല നഷ്ടപ്പെട്ടത് എന്ന് ആവർത്തിച്ചത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. കാരണം സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഉൾപ്പെട്ട് ഒരു സംസ്ഥാനത്തിന്റെ കായിക വകുപ്പ് മന്ത്രി അർജന്റീനയുമായി ചർച്ച നടത്തിയിട്ട് സർക്കാരിന്റെ പണം പോയിട്ടില്ല എന്ന് ജനങ്ങളെ ആകെ ഒന്നടങ്കം കബളിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സർക്കാരിന്റെ പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല അഴിമതികൾക്കും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പറയുന്ന വാദമാണത്. സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വത്താണ്. ആ സർക്കാരിനെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ ജനം, അവരുടെ അതെല്ലാം നമ്മുടെ സ്വത്തല്ലേ, നമ്മുടെ റിസോഴ്സ് അല്ലേ? ഒരു തട്ടിപ്പിന്റെ പേരിൽ അവരെ എല്ലാം കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് പറയുക? സർക്കാരിന് ധനം മാത്രമല്ലല്ലോ, സർക്കാരിന്റെ ജനങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ വിഭവങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ ജനങ്ങൾ, നമ്മുടെ ആത്മാഭിമാനം പോലും സർക്കാരിന്റെ ആസ്തിയല്ലേ? അതിനെ വിൽക്കാൻ ആയിട്ടൊരു സർക്കാരിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ചട്ടവിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടത്താൻ സാധിക്കുമോ? നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് മുഴുവൻ കയറി ഈ സർക്കാരിൽ ഇടപെടുന്നു, കഴിഞ്ഞ സർക്കാരിൽ ഇടപെട്ടു എന്നുള്ളതല്ലേ ഇപ്പൊ ഒരു സ്ത്രീയുടെ പേരിൽ ഉള്ള ഇമെയിൽ ID പോലും പുറത്തു വന്നിരിക്കുന്നത്? ആരാണ് ഈ സ്ത്രീ? അവർക്ക് എന്താണ് ഇതിനകത്ത് പങ്കാളിത്തം? സർക്കാരിന്റെ ഭാഗമാണോ? അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഭാഗമാണോ? അപ്പൊ ഇത്തരത്തിൽ അടിമുടി ദുരൂഹതയും ഈ സർക്കാരിൽ വെട്ടിപ്പുകാരും തട്ടിപ്പുകാരും മാത്രം കയറി ആ സർക്കാരിന് കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റ് കമ്പനിയെ സംബന്ധിച്ചോളം അവരുടെ പണം അയക്കുമ്പോൾ എത്രയോ വലിയ ഒരു റിവ്യൂ ആവശ്യമാണ്. കഴിഞ്ഞ സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായി കേസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന, ട്രയൽ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇവര്. അതിനു മുമ്പ് മറ്റൊരു മൊബൈൽ ഫോണിന്റെ കേസിൽ ട്രയൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി തട്ടിപ്പ് കേസ്, 50ഓളം കേസുകൾ ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. അത്രയും കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന സർക്കാർ എല്ലാ ചട്ടങ്ങളും മാറ്റിവെച്ച് സംസ്ഥാന സർക്കാരിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് അവർക്ക് വേണ്ടി കത്തെഴുതുകയും എല്ലാം ചെയ്യുമ്പോഴും സർക്കാരുമായിട്ടൊരു ഒരു എഗ്രിമെന്റ് പോലും ഇല്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് ശ്രീ രാജു പി നായർ. വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. കഴിയുമെങ്കിൽ താങ്കൾ തുടരുക. ഇപ്പോൾ ശ്രീ